السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن خالد بن الوليد رضي الله عنه الذي يقال له سيف الله أنه دخل مع رسول الله صلى الله عليه وسلم على ميمونة وهي خالته وخالة بن عباس رضي الله عنه. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പ്രസിദ്ധ സ്വഹാബിയാണ്. സൈഫുല്ലാഹ് എന്നറിയപ്പെടുന്ന ആളാണ്. അള്ളാഹുവിന്റെ വാള് എന്നറിയപ്പെടുന്ന ആളാണ്. മഹാനവറുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നബി തങ്ങളുടെ പ്രിയ പത്നിയായ ബീവി മൈമൂന റളിയല്ലാഹു അൻഹായുടെ അടുക്കൽ ചെന്നു. വഹിയ, ഈ മൈമൂന ബീവി, ഖാലത്തുഹു വ ഖാലത്തു ബിൻ അബ്ബാസിൻ, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അൻഹുമ അവരുടെയും മാതൃ സഹോദരിയാണ്, ഉമ്മയുടെ സഹോദരിയാണ്. അങ്ങനെ ചെന്നപ്പോ ഫവജദ ഇൻദഹാ ലബ്ബൻ മഹ്നൂദൻ, അവിടെ നല്ല വേവിച്ച ചുട്ട ഉടുമ്പുണ്ട്. ഉടുമ്പിനെ ചുട്ടിട്ടുണ്ട്, ഉടുമ്പിനെ വേവിച്ച് ചുട്ട് പാകമാക്കിയിട്ടുണ്ട്. അത് ഖദിമത് ബിഹി ഉഖ്തുഹാ ഹുഫൈദ ബിൻതുൽ ഹാരിസ് മിൻ നജ്ദ്. അത് ആരാ കൊണ്ടുവന്നത്? അത് ഹാരിസിന്റെ പുത്രി, അവരുടെ സഹോദരിയായ ഹുഫൈദ എന്നവര് നജ്ദിൽ നിന്ന് കൊണ്ടുവന്നതാ. അപ്പൊ ആ ഉടുമ്പ്, ചുട്ട ഉടുമ്പ് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ മഹദിയവറുകള് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഈ ഉടുമ്പ് മുന്നിലേക്ക് വെച്ചു, നീക്കി വെച്ചു കൊടുത്തു. വകാന ഖല്ലമാ യുഖദ്ദിമു യദഹു ലിതുആമിൻ ഹത്താ യുഹദ്ദസ ബിഹി വയുസമ്മാ ലഹ്. ഏതെങ്കിലും ഒരു ഭക്ഷണത്തിലേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരമുയർത്തുകയാണെങ്കിൽ, കൈ നീട്ടുകയാണെങ്കിൽ ആ ഭക്ഷണത്തെക്കുറിച്ച് ചോദിക്കും. ഭക്ഷണത്തെക്കുറിച്ച് അവിടെ ഒരു വിവരണം ലഭിച്ച ശേഷമല്ലാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പേര്, ഇത് എവിടുന്നാ കിട്ടിയത്, നമ്മൾ കിട്ടിയത് വാരി വലിച്ച് തിന്നലാണ്. ഇതിപ്പോ എവിടുന്ന് കൊണ്ടുവന്നതാണ് എന്നുള്ള ചോദ്യമൊന്നും ഉണ്ടാവൂലല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ അങ്ങനല്ലേ, ഒരു ഗുലാമ് കൊണ്ടുവന്ന് കൊടുത്ത ഭക്ഷണം കഴിച്ചു. പിന്നെ അന്വേഷിച്ചപ്പോ അതൊരു ജ്യോത്സ്യപ്പണി എടുത്ത് കിട്ടിയതാന്ന് കണ്ടപ്പോ മഹാനവറുകൾ വിരല് ചങ്കിലേക്ക് കുത്തി ഇറക്കിയത് ഛർദിച്ചു കളഞ്ഞു എന്നാണ്. അതിപ്പോ ഇപ്പോഴും അങ്ങനെ തന്നെ. ഹറാമായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ അത് കഴിച്ചത് ഹറാമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് സുന്നത്ത് തന്നെയാണ്. എന്ത് വിരലിടുക, ഇസ്തിഖാഅത്ത് ഉണ്ടാക്കി ഛർദിക്കുക, അത് മൂപ്പർക്ക് മാത്രം ഖുസൂസിയത്തുള്ള സംഗതിയല്ല. അപ്പോ നബി തങ്ങൾ ചോദിക്കും, എന്താ ഈ ഭക്ഷണത്തിന്റെ പേര്, ഇത് എവിടുന്ന് വന്നതാണ് എന്നൊക്കെ ചോദിക്കും. അതിപ്പോ ഒരു സംഗതി വീട്ടിൽ കിട്ടിയാൽ ഇത് ഹദിയയാണോ സ്വതക്കയാണോ എന്ന് ചോദിക്കും. തങ്ങൾക്ക് സ്വതക്ക പറ്റൂല, ഹറാമാണ്, ഹദിയ സ്വീകരിക്കാം. അപ്പൊ തങ്ങൾ വളരെ കുറവാണ് അങ്ങനെ ചോദിക്കാതെ തങ്ങൾ കഴിക്കാറുള്ളത്. അപ്പോ അപ്പൊ അതാണ് തങ്ങളെ പ്രകൃതം. ഫഅഹ്വാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഹു ഇലൽ ലബ്ബി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ ആ ഉടുമ്പിലേക്ക് ഇങ്ങനെ താഴ്ത്തി അങ്ങോട്ട് കൊണ്ടുപോയി. ഫഖാലത് ഇംറഅതു മിന നിസ്ബത്തിൽ ഹുദൂർ. അപ്പൊ അവിടെ സന്നിഹിതകളായ സ്ത്രീകളിൽ ഒരു സ്ത്രീ പറഞ്ഞു, അഖ്ബിർന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖദ്ദംതുന്ന ലഹു. എന്താണ് നിങ്ങളാ തങ്ങൾക്ക് വെച്ചു കൊടുത്തിരിക്കുന്ന ഭക്ഷണം എന്താന്ന് പറഞ്ഞു കൊടുക്കും, നിങ്ങളത് പറയൂ എന്ന് സ്ത്രീകളോട് പറഞ്ഞു. യാ റസൂലല്ലാഹ്, അത് ഉടുമ്പാണെന്ന് പറഞ്ഞു. ഫറഫഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഹു അനിൽ ലബ്ബി. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ ആ ഉടുമ്പിനെ തൊട്ട് ഉയർത്തി. തങ്ങൾ കഴിക്കാൻ പോയില്ല. അപ്പൊ ഖാലിദ് എന്നവർ ചോദിച്ചു, ഹറാമുനിൽ ലബ്ബു യാ റസൂലല്ലാഹ്, ഓ നബി തങ്ങളെ, ഉടുമ്പ് ഹറാമാണോ? തങ്ങൾ കഴിക്കാത്തത് എന്താണ്, നിഷിദ്ധാണോ? ജീവികളിൽ ഭക്ഷ്യയോഗ്യമായതും അല്ലാത്തതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഉടുമ്പ് ഭക്ഷ്യയോഗ്യമാണോ എന്ന് ചോദിച്ചു. അല്ല, അത് ഹറാമായിട്ടാണോ തങ്ങൾ കഴിക്കാത്തത്? തങ്ങൾ പറഞ്ഞു, ലാ, ഹറാമല്ല. വലാകിൻ ലം യകുൻ ബി അർളി ഖൗമി ഫഅജിദുനി അഅഫുഹു. പക്ഷെ നമ്മുടെ നാട്ടിൽ ആ സാധനമല്ല, മക്കയിൽ ഉടുമ്പില്ല, അതുകൊണ്ടാണ് ഇപ്പൊ നജ്ദിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ട് അതിനോടൊരു വെറുപ്പ്, ഒരു താല്പര്യക്കുറവ് വേണ്ട, അതാണ്.
പണ്ട് മൊല്ലാക്ക പറഞ്ഞ പോലെ കറിയൊക്കെ തന്നാലും മൊല്ലാക്കാക്ക് വേണ്ടാതില്ല, കറിയൊക്കെ നന്നായിക്കണം, പക്ഷെ മൊല്ലാക്കാക്ക് ഒഴിക്കണ്ട അറിഞ്ഞില്ല. അതേപോലെ സംഗതി വിരോധമൊന്നുമില്ല, പക്ഷെ അത് നമ്മുടെ നാട്ടിൽ ആ സാധനം ഇല്ലാത്തത് കൊണ്ട്, അതിനോട് തിന്ന് പരിചയം ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു വെറുപ്പുണ്ടല്ലോ നമുക്ക് പലർക്കും ഉണ്ടാവും. മത്സ്യമാണെങ്കിലും എന്താണെങ്കിലും സാധാരണ ഉപയോഗിച്ച് കഴിച്ചു പരിചയമില്ലാത്തൊരു സംഗതി ആവുമ്പോൾ അല്ലേ, ഇങ്ങനെ കിട്ടിയൊക്കെ വാരി വലിച്ച് ഇതിനോട് കുഴപ്പമുണ്ടാവൂല, എല്ലാരും നമ്മളെ പോലത്തെ കഥയെ പറഞ്ഞത്. അപ്പോ അതിനോടൊരു വെറുപ്പ് അതുകൊണ്ടാണ്, അല്ല ഉടുമ്പ് ഹറാമായതുകൊണ്ടല്ല. അപ്പൊ ഖാലിദ് എന്നവര് പറയല്ലോ ഫജ്തറർതുഹു, ഞാൻ ചാടിയിട്ട് അത് ഇങ്ങോട്ട് വലിച്ചു, ഉടുമ്പ് തങ്ങൾക്ക് വേണ്ട അറിഞ്ഞപ്പോ ഹറാമും ഇല്ലാന്ന് കേട്ടല്ലോ. ഫഅകൽതുഹു, ഞാൻ അതിനെ തിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൻദുറു ഇലയ്യ, നബി തങ്ങൾ എന്നിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ തിന്നുന്നത്. അപ്പൊ അത് ഹറാമല്ലാത്തതുകൊണ്ടാണ് തങ്ങൾ ഇഖ്റാർ ചെയ്യുന്നത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സുന്നത്ത് പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം എന്ന് പറയും. തങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു കാര്യം ചെയ്തു, തങ്ങൾ അതിനെ എതിർത്തില്ല, അത് സുന്നത്താ എന്ന് പറഞ്ഞാൽ മൗനാനുവാദമാണ്, അത് അനുവാദമാണത്, എതിർത്തില്ല എന്നുള്ളത്. അപ്പൊ ഉടുമ്പ് മഹാനവറുകൾ ഭക്ഷിച്ചു. അപ്പൊ ഉടുമ്പ് ഭക്ഷ്യയോഗ്യമായ ജീവിയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിന്നാത്ത, തങ്ങൾക്കത് താല്പര്യമില്ലാത്തതുകൊണ്ട. തങ്ങൾ ഒരു കാര്യം ചെയ്തില്ല എന്നതുകൊണ്ട് ഉമ്മത്തിന് അത് തടയപ്പെട്ടതാണ്, വിരോധിക്കപ്പെട്ട സംഗതിയാണ് എന്ന് വരില്ല. ഉടുമ്പ് പ്രസിദ്ധമായ ജീവിയാണ്. ഉടുമ്പിന് പല ഖുസൂസിയാത്തുകളുണ്ട്. അതിന്റെ ചില പ്രത്യേകതകളൊക്കെ ഇമാമുകളെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഉടുമ്പ് ലാ യശ്റബുൽ മആ, വെള്ളം കുടിക്കൂല എന്നാണ്. 700 കൊല്ലം, അതിലേറെ കൊല്ലം ഉടുമ്പ് ജീവിക്കും. എല്ലാ 40 ദിവസം കൂടുമ്പോഴും ഒരിറ്റ് മൂത്രാണ് ഉടുമ്പ് ഒഴിക്കുക. വലാ തസ്ഖുതു ലഹു സിന്നുൻ, ഒരു പല്ലും കൊഴിയൂല. ഉടുമ്പിന്റെ പല്ല് അതിങ്ങനെ വിഭിന്നമായി പലതല്ല, ഒറ്റ നിരയായിട്ട് ഒരു പോക്കാ പല്ല്, പല പല്ലുകളല്ല ഒറ്റ ഖിത്അത്തായിട്ട്. അങ്ങനെ ഉടുമ്പിനെ ഈ അറുത്ത് കഴിഞ്ഞാൽ നല്ല ചോര ഉണ്ടാവും, ത്വീലുദ്ധം, ദീർഘമായി രക്തൊലിക്കാൻ ഉണ്ടാവും. ഒരു ദിവസമൊക്കെ അതിന്റെ ആ ജീവൻ ബാക്കി നിൽക്കുന്നതാണ്. ഇമാം ദമീരിയുടെ ഈ ജന്തുശാസ്ത്രം പറയുന്ന കിതാബുണ്ട്, ഹയാത്തുൽ ഹൈവനയിൽ കാണാം. അതിനെ തീല് കൊണ്ടുപോയിട്ടാലും അത് ചലിക്കുത്തര, ഈ അറുത്ത് കഴിഞ്ഞിട്ട്. ചില ആൾക്കാർ ഉടുമ്പിന്റെ ചോര കുടിക്കുന്നു പറഞ്ഞേക്കാം. ചോര നജസാണ്, കുടിക്കാൻ പാടില്ല. മാംസം ഭക്ഷ്യയോഗ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.